നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ തിങ്കളാഴ്ച നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ദുഷ്ടശക്തികളെ ഇന്ത്യ പരാജയപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രാലയം. ഭീകരാക്രമണത്തിൽ 5 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. രാജ്യത്തിനായുള്ള അവരുടെ നിസ്വാർത്ഥ സേവനം എപ്പോഴും ഓർമ്മിക്കപ്പെടും. അവരുടെ ത്യാഗം വിസ്മരിക്കപ്പെടുകയില്ല. ആക്രമണത്തിന് പിന്നാലെ ദുഷ്ടശക്തികളെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കും പ്രതിരോധ മന്ത്രാലയം തുറന്നടിച്ചു. അതിർത്തി കടന്നെത്തിയ 4 ഭീകരരാണ് ആക്രമണം നടത്തിയെന്നാണ് ലഭ്യമായ വിവരം. ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന 2 പേരും ആക്രമണത്തിൽ പങ്കെടുത്തു. ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് വേണ്ടി പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്നും ആക്രമണത്തിന് പിന്നിൽ ദുഷ്ടശക്തികൾ കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റ സൈനികരുടെ നില തൃപ്തികരമാണെന്ന് സൈന്യം അറിയിച്ചു. വീരമൃത്യു വരിച്ച സൈനികരുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ രാജ്യത്തിലുടനീളം വിവിധങ്ങളായ അനിഷ്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ രാജ്യത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു. ആത്മീയ കേന്ദ്രങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിക്കുന്നു. പാലങ്ങൾ തകർന്നു വീഴുന്നു. ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങി ഇത്ര ചെറിയ കാലയളവിൽ ഇത്രമാത്രം മോശം കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരല്പം അസ്വാഭാവികതയില്ലേ എന്ന സംശയം വിവിധ കോണുകളിൽ നിന്ന് ബലപ്പെട്ടു വരികയാണ്. മോദി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണോ ഇതെന്ന സംശയമാണ് ബലപ്പെട്ടു വരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നിലവിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. പ്രതിപക്ഷ കക്ഷികൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന രീതിയിലും അന്വേഷണം പോകുന്നുണ്ട്. ഒരു സാധ്യതയും രഹസ്യാന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ അതിർത്തിയിൽ കൂടി വരുന്ന ഭീകരാക്രമണം എന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ എങ്ങനെയായാലും വീരമൃത്യു വരിച്ച സൈനികരുടെ ത്യാഗം വെറുതെയാകില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് സൈന്യവും പ്രതിരോധ മന്ത്രാലയവും എടുത്തിട്ടുള്ളത്. ഗാൽവാൻ വാലിയിൽ ഇന്ത്യൻ സൈന്യത്തെ ചൈനീസ് ആക്രമണകാരികൾ ആക്രമിച്ചപ്പോഴും ഇന്ത്യ ഈ നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇത്തവണ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള നടപടികളെക്കാൾ കൂടുതൽ തുറന്ന പ്രത്യാക്രമണം തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.